ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ആരാണ്? ക്രിസ്തുവിൻ്റെ ദാസനാണോ, അതെയോ ക്രിസ്തുവിൻ്റെ സഹോദരനാണോ, ക്രിസ്തുവിൻ്റെ മകനാണോ? ഇങ്ങനെയൊക്കെ ഉള്ള ഈ വ്യതിയാനത്തിൽ എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ കൃത്യമായി സുവിശേഷങ്ങളിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. അത് യോഹന്നാൻ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നത്, യൂദാസിനെ കുറിച്ച്, അവൻ കള്ളനായിരുന്നുകൊണ്ടും അവൻ പണസഞ്ചിയിൽ നിന്നും അപഹരിച്ചിരുന്നത് കൊണ്ടും എന്നാണ് യൂദാസിനെ കുറിച്ച് പറയുന്നത്. അവിടെ യൂദാസിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നതാണിത്. അവൻ കള്ളനായിരുന്നുകൊണ്ട്, അവൻ പണസഞ്ചിയിൽ നിന്നും പണം അപഹരിച്ചിരുന്നത് കൊണ്ട്. അതായത് യഥാർത്ഥത്തിൽ യൂദാസ് ക്രിസ്തുവിനെ വിൽക്കുകയായിരുന്നു. അവൻ്റെ ആ ഇഷ്ടപ്പെട്ട സ്ഥലത്തിന് വേണ്ടി, ആ സമ്പത്തിന് വേണ്ടി അവൻ യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുക്കുകയല്ല ചെയ്തത്, യേശുവിനെ വിൽക്കുകയാണ് ചെയ്തത്. എന്നാൽ യൂദാസിനെ പറ്റി ദൈവം പറയുന്ന കാര്യം എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സങ്കീർത്തന പുസ്തകത്തിൽ യൂദാസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, എൻ്റെ പ്രാണസ്നേഹിതൻ, എൻ്റെ പ്രാണസ്നേഹിതൻ. ഇത് തമ്മിലൊരു വലിയൊരു വ്യത്യാസമുണ്ട്. അതായത് ദൈവത്തിൻ്റെ പ്രാണസ്നേഹിതൻ, ക്രിസ്തുവിൻ്റെ പ്രാണസ്നേഹിതനായിരുന്നു യൂദാസ്. പക്ഷേ അവനെ പ്രാണസ്നേഹിതന് തുല്യമായി ദൈവം കണ്ടിട്ടും അവൻ നേരെ തിരിച്ചു. അതായത് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരാൻ കൊടുക്കാൻ തക്കവണ്ണം അത്രത്തോളം യൂദാസിനെ പ്രാണസ്നേഹിതനായി കണക്കുകൂട്ടി 12 ശിഷ്യന്മാരിൽ ഒരുവനായി തെരഞ്ഞെടുത്തു. ഇതെല്ലാം ഉണ്ടായിട്ടും യേശുവിനെ പരസ്യമായി വിൽക്കുകയാണ് യൂദാസ് ചെയ്തത്. ഇന്ന് നമ്മളിൽ പലരും ഈ ഒരു ചിന്ത നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ ക്രിസ്തുവിൻ്റെ പ്രാണസ്നേഹിതനാണോ? ഞാൻ ക്രിസ്തുവിനെ വിൽക്കുകയാണോ ചെയ്യുന്നത്? അതായത് എൻ്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി, എൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ഞാൻ ക്രിസ്തുവിനെ വിൽക്കുകയാണ്. നമ്മളിപ്പോൾ ക്രിസ്തുവിനെ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കറിയാം, ഇപ്പോൾ ഒരു നെയിം ബോർഡൊക്കെ വെച്ചിട്ട് ഇപ്പോൾ 1 കിലോ 30 രൂപ എന്നൊന്നും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 500 രൂപ എന്നൊന്നും പറഞ്ഞ് നമുക്ക് വിൽക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ പല രീതിയിൽ യേശു ക്രിസ്തുവിനെ വിൽക്കുന്നവരുണ്ട്, നമുക്കറിയാം അല്ലേ? അതായത് മറ്റേ താടിക്കാരൻ്റെ പടം വെച്ച് ആ പടം വിൽക്കുന്നവരുണ്ട്. അല്ല, ആ പടത്തിലൂടെ അത്ഭുതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിൽക്കുന്നവരുണ്ട്. ഈ പടം വെച്ചാൽ മാത്രം ഐശ്വര്യം എന്ന് പറഞ്ഞ് വിൽക്കുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ക്രിസ്തുവിനെ വിൽക്കുന്നവരുണ്ട്. ഇവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ യൂദാസാവുകയാണ്. ഇനി യൂദാസായി എന്നൊക്കെ പണത്തിന് വേണ്ടി ക്രിസ്തുവിനെ വിൽക്കുന്നു, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ദൈവം യൂദാസിനെ എങ്ങനെയാണ് കണ്ടത് എന്ന് നോക്കുമ്പോൾ പ്രാണസ്നേഹിതനാണ് കണ്ടത്. ഈ പ്രാണസ്നേഹിതൻ എന്താണ്? നമുക്ക് നമ്മുടെ ഒരു പ്രശസ്തനായ ഒരു ഗായകനുണ്ടല്ലോ അല്ലേ? ആരാണ് നിങ്ങൾക്ക് ആദ്യം ഹൃദയത്തിൽ ഓർമ്മ വരുന്നത്? പ്രശസ്തനായ ഒരു ഗായകൻ എന്ന് പറയുമ്പോൾ യേശുദാസ് അല്ലേ? യേശുവിൻ്റെ ദാസൻ, യേശുവിൻ്റെ ദാസൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി യേശുവിൻ്റെ ദാസൻ്റെ പ്രവൃത്തിയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഒരു ക്രിസ്തീയ ജീവിതമാണോ നയിക്കുന്നത് അറിയത്തില്ല. ഒത്തിരി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. നല്ല പ്രശസ്തമായ ആത്മാവിലുള്ള നല്ല ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ക്രിസ്തുവിലുള്ള വിശ്വാസം എന്താണ് എന്ന് നമുക്ക് പലർക്കും അറിയാം. അദ്ദേഹം അത് പ്രകടമായി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. പേരിൽ മാത്രമാണ് യേശുദാസൻ എന്നുള്ളത്, എന്നാൽ പ്രവൃത്തിയിൽ മറ്റു രീതിയിലാണ് എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യം. എനിവേ, എന്തുവാകട്ടെ, നമുക്കിപ്പം ആരുടെയും പേഴ്സണൽ കാര്യത്തിൽ നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. ഞാൻ സന്ദർഭവശാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതുപോലെയാണോ? ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ ദാസനാണോ, അതെയോ ക്രിസ്തുവിൻ്റെ സഹോദരനാണോ? ഈ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകും. എപ്പോഴാണ് ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ ദാസപദവിയിൽ നിന്നും സഹോദരനായിട്ട് മാറുന്നത്? ചില മതങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ന് ലോകത്തുള്ള ഒരു പ്രധാനപ്പെട്ട മതത്തിൽ, അവരുടെ വിശ്വാസികളെല്ലാം അവരുടെ ദൈവത്തിൻ്റെ അടിമകളാണ്. ഞാൻ ആ മതം ഏതെന്ന് പറയുന്നില്ല. കുറച്ച് കാലം കൂടി ഈ തലയൊക്കെ വെച്ചിട്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തൽക്കാലം പറയാത്തതാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? പേടിയൊന്നുമല്ല, ഭയം പോലെ ഒരു സാധനം. പേടിയല്ല, അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വ്യാഖ്യാനിച്ചോ, കുഴപ്പമില്ല. അതായത് അടിമയാണ് വിശ്വാസി, ദൈവത്തിൻ്റെ അടിമയാണ് വിശ്വാസി. അപ്പോൾ നമുക്കിപ്പോൾ ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ ദാസൻ എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പലപ്പോഴും ഈ അടിമയെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് വാക്കുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് ദാസൻ എന്ന്. അതായത് വേലക്കാരനുള്ള ദാസൻ. അപ്പോൾ ദാസൻ ആ ഒരു വാക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഞാൻ ക്രിസ്തുവിൻ്റെ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അടിമയാണെന്നുള്ള രീതിയിലൊരു വാക്ക് ഉണ്ട് കേട്ടോ സുവിശേഷത്തിൽ. അല്ല, പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വാക്ക് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ക്രിസ്തുവിൻ്റെ സഹോദരൻ എന്നും കാണാൻ പറ്റും.
സ്നേഹിതനെന്നും കാണാൻ പറ്റും. ഇങ്ങനെ പല വാക്കുകൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒരു വചനം വായിക്കുക, യാക്കോബിൻ്റെ സുവിശേഷം, യാക്കോബിൻ്റെ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം, അതിൻ്റെ 23-ാം വാക്യം. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 2-ന്റെ-23. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന തിരുവെഴുത്ത് നിറവേറി. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ വചനത്തിൽ പറയുകയാണ് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുക. ഇതൊരു വലിയ പദവിയാണ്, ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുക. യഥാർത്ഥത്തിൽ യൂദാസിനെ കുറിച്ച് സങ്കീർത്തനം പറയുന്നത് അതാണ്. എൻ്റെ പ്രാണസ്നേഹിതൻ, പ്രാണൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്, എൻ്റെ ജീവന് തുല്യം ഞാൻ സ്നേഹിച്ച സ്നേഹിതൻ, അവനാണ് എനിക്കെതിരെ കുതുകാല് വെട്ടിയത്. എൻ്റെ പ്രാണസ്നേഹിതനും എൻ്റെ ഭക്ഷണമേശയിൽ എന്നോട് കൂടെ പങ്കുകാരനായവനും അവനാണ് എന്നെ ഒറ്റുകൊടുത്തത്. യേശു പറയുന്ന കാര്യം അത്. നമ്മളിവിടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുകയാണ്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന തിരുവെഴുത്ത് നിറവേറി. അതായത് വിശ്വാസം ഒരു കാര്യം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പൊ വിശ്വാസം എന്നുള്ളൊരു കാര്യം അവിടെ 1-ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്നു. എന്നിട്ട് അടുത്ത പറയാണ്, അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ അബ്രഹാമത്തിന് വിശ്വാസം മാത്രമല്ല, വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നും ആ വിശ്വാസത്തിന്റെ ചില അനുസരണം അവനെ എന്താക്കി മാറ്റി? ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുന്ന ആ പൊസിഷനിലേക്ക് അവനെ ഉയർത്തി. അതാ യാക്കോബിന്റെ ലേഖനം തന്നെ 2-ന്റെ-20-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ വ്യക്തമായിട്ട്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, തൻ്റെ മകനായ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോലും അവൻ എന്ത് ചെയ്തു? അവൻ പോയി. അങ്ങനെയുള്ള പ്രവൃത്തി മൂലം അവൻ്റെ വിശ്വാസം നീതീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണത ആ പ്രവൃത്തി മൂലം സംഭവിച്ചു എന്നാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ വിശ്വാസത്തിനൊരു അനുസരണമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അനുസരണത്തിലൂടെ എന്ത് സംഭവിച്ചു? സ്നേഹിതനായിട്ട് മാറി. അതായത് ഞാൻ ഇന്നലെ ദാസനാണ്, ദാസനെ സംബന്ധിച്ച് എപ്പോഴും എന്താണ്? പോയി എടുക്കടാ എന്ന് പറഞ്ഞാൽ അടിയൻ പോയി എടുത്തു കഴിഞ്ഞു. അനുസരണം എപ്പോഴും വേണം ദാസന്, യാതൊരു വിധത്തിലും മാറ്റില്ല. പക്ഷേ വിശ്വാസത്തോടെയുള്ള അനുസരണം, ആ അനുസരണമാകട്ടെ അബ്രഹാത്തിനെ പോലെയുള്ള അനുസരണം. അബ്രഹാത്തോട് ദൈവം എന്ത് പറഞ്ഞു? നീ ആയിരിക്കുന്ന ദേശത്ത് നിന്ന് നിന്റെ പിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും വിട്ട് നീ എന്ത് ചെയ്യുക? ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അനുസരിച്ചു. അടുത്ത പ്രവചനം കൊടുക്കുന്നു, അതും അനുസരിക്കുന്നു. അതിനുശേഷം ഒരു കുഞ്ഞിനെ നൽകുമെന്ന് പറയുന്നു, അപ്പോഴും അവൻ വിശ്വസിക്കുന്നു. പിന്നീട് അവനോടൊരു ബലിപീഠം പണിയാൻ പറയുന്നു, അവൻ അതും അനുസരിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. അതിനുശേഷം അബ്രഹാം ഒരു ചെറിയ അവിശ്വാസം എന്ന ഒരു കാര്യം ചെയ്തു പോകുന്നു. എന്നാലും ദൈവത്തോടുള്ള അവിശ്വാസമൊന്നുമല്ല. അബ്രഹാം ഹാഗാറിനെ വിവാഹം കഴിക്കുകയും ഹാഗാറിൽ നിന്നും ഇസ്മായേൽ ജനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം അബ്രഹാത്തോടൊരു കാര്യം പറയുന്നു, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ കുടുംബത്തിലെ എല്ലാവരും പരിച്ഛേദനം ചെയ്യുക. ഞാൻ നീയുമായിട്ടുള്ള ഉടമ്പടി ഞാൻ ചെയ്യുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ അനുസരണമാകുന്ന ഒരു പരിച്ഛേദനം നീ ചെയ്യുക. അബ്രഹാം അതും ചെയ്തു. അവിടെയും അബ്രഹാം അനുസരിച്ചു. ആ അനുസരണവും അവൻ കൃത്യമായി ചെയ്തു എന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുകയാണ്. ആ അനുസരണം എന്താക്കി? ആ പരിച്ഛേദനത്തിന് ശേഷം അവൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത അവനിലേക്ക് കടന്നു വന്നപ്പോൾ ആ വിശ്വാസം അവനെ അടുത്ത സ്റ്റെപ്പിലേക്ക് എന്തായി? അവനെ സ്നേഹിതനാക്കി മാറ്റി. ആ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് അവനെ മാറ്റി. ഇതെന്തായി പറഞ്ഞു വരുന്നത്? ആർക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം, ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അതായത് എൻ്റെ പൊന്നു ബ്രദറെ, ഇപ്പോൾ സ്നേഹിതനായാലെന്ത്, ദാസനായാലെന്ത്, ഇതിപ്പോൾ എന്തായാലും കാര്യമൊക്കെ ആണല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എൻ്റെ ഒരു നല്ലൊരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. നമ്മൾ ഈ ആശാൻ്റെ അടുത്തൊക്കെ അക്ഷരം എഴുത്ത് പഠിപ്പിക്കുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ. ആ സമയത്ത് ആശാന്മാരൊക്കെ വന്ന് നമ്മളിങ്ങനെ മണലിലൊക്കെ എഴുതിപ്പിക്കുന്ന കാലഘട്ടം. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ സുഹൃത്തായ ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് അദ്ദേഹം. ഇപ്പോഴും എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്. ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളത്, ഈ വ്യക്തി എനിക്ക് തോന്നുന്നൊരു 4 വയസ്സോ 5 വയസ്സോ ഉള്ള സമയത്തൊക്കെ ആയിരിക്കും എഴുതിപ്പിക്കുന്നല്ലേ, വിരലുകൊണ്ട് മണലിലൊക്കെ എഴുതിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ നിന്നല്ലാതെ പുറത്ത് ഞാൻ കണ്ട് ഒരു സുഹൃത്താക്കുന്ന വ്യക്തി അവനാണ്. അതിനുശേഷം ഞങ്ങൾ നേഴ്സറി സ്കൂളിൽ പഠിക്കുന്നത് ഒരുമിച്ചാണ്.
അതിനുശേഷം പിന്നീട് അങ്ങോട്ട് നഴ്സറി സ്കൂൾ കഴിഞ്ഞ് 1ാം ക്ലാസ് തുടങ്ങി, 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചാണ്. അതിനുശേഷം +2 ഞങ്ങൾ ഒരേ സ്ഥലത്ത് ഒരേ ക്ലാസ്സിലാണ്. പിന്നീട് ഡിഗ്രി പഠിക്കുമ്പോൾ കുറച്ചൊന്ന് വ്യത്യാസം വന്നു, രണ്ട് തലത്തിലേക്കൊക്കെ പോയി. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രൊഫഷൻ തന്നെയാണ്. അതായത് ഞാനും ഫോട്ടോഗ്രാഫി തന്നെയാണ്, അവനും ഫോട്ടോഗ്രാഫി തന്നെയാണ്. എല്ലാ കാര്യത്തിലും ഞങ്ങൾ ചെറുപ്പം മുതൽ ഇന്നു വരെ എല്ലാ കാര്യത്തിലും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച്. ഈ സ്നേഹിതന്മാരുടെ ഒരു പ്രത്യേകത, നല്ല കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയും അല്ലേ. നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവനോട് തുറന്നു പറഞ്ഞാൽ അവൻ പറയുന്ന ഒരു ചെറിയൊരു ആശ്വാസവാക്ക് നമ്മളെ പെട്ടെന്ന് ആശ്വസിപ്പിക്കും. ഭാര്യയോട് തുറന്നു പറയാൻ പറ്റാത്തത് വരെ നമുക്ക് ആരോട് പറയാൻ പറ്റും? നല്ല സ്നേഹിതനോട്, നല്ല സുഹൃത്തിനോട് പറയാൻ പറ്റും. എല്ലാ കാര്യവും ഭാര്യയോട് പറയാറുണ്ടോ? റോയ് ബ്രദർ ചിരിക്കണ്ടേ, ഭാര്യ പ്രതിരിക്കണ്ടേ, ഞാൻ പറയുള്ള ഒന്നും. ഇനിയിപ്പോൾ അത് പറഞ്ഞ് ഇനി ഒരു കുടുംബകാലം ഉണ്ടാകണ്ട. എല്ലാം റോയ് ബ്രദർ എല്ലാം പറയാറുള്ള ഒരാളാണ്. ഭാര്യയോട് എല്ലാ കാര്യങ്ങളും പറയും. എല്ലാവരോടും നമ്മുടെ ഭാര്യമാരോടൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നവരാണോ? ചിലപ്പോൾ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ഭാര്യമാരൊക്കെ ഉണ്ടാവും കേട്ടോ, നല്ല വിശ്വസ്തരായിട്ടുള്ള. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ എല്ലാവർക്കും ചില കാര്യങ്ങളൊക്കെ ഒന്ന് മറച്ചു വെക്കും. എന്നാൽ സുഹൃത്തിനോട് ചിലപ്പോൾ അതുപോലും ചിലപ്പോൾ തുറന്നു പറയും. എല്ലാ രഹസ്യങ്ങളും ചിലപ്പോൾ സുഹൃത്തിനോട് തുറന്നു പറയുന്ന ഒരു തലമുണ്ടാകും. നമ്മളുടെ വചനത്തിൽ എങ്ങനെയാണ് അബ്രഹാം ദൈവത്തിൻ്റെ സുഹൃത്തായിട്ട് മാറിയത്, അല്ലെങ്കിൽ സ്നേഹിതനായിട്ട് അത്രത്തോളം വിലമതിക്കുന്ന തരത്തിലേക്ക് എപ്പോഴാണ് ചെന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 17 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉൽപ്പത്തി 18-ാം അധ്യായം, നിങ്ങളെല്ലാവരും ബൈബിൾ എടുക്കുക. ഉൽപ്പത്തി 18-ാം അധ്യായം അതിൻ്റെ 17ഉം 18ഉം വാക്യങ്ങൾ. കർത്താവ് ആലോചിച്ചു, അബ്രഹാം മഹത്വവും ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്നും മറച്ചു വെക്കണമോ? നിങ്ങൾ വചനം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു കീ പോയിന്റ് കിടക്കുന്നുണ്ട്. അതായത് അബ്രഹാം ആദ്യം ദൈവം അബ്രഹാത്തോട് പറഞ്ഞു, അബ്രഹാമെ ഞാൻ പറയുന്ന ദേശത്തേക്ക് നീ ഇറങ്ങി പോവുക. അബ്രഹാം അത് വിശ്വസിച്ചു, അനുസരിച്ചു, അവൻ ഇറങ്ങിപ്പോയി. അടുത്ത സ്റ്റെപ്പ്, അബ്രഹാം ദൈവം പറഞ്ഞത് ഓരോന്ന് അവൻ ചെയ്തുകൊണ്ടിരുന്നു. നീ എനിക്ക് വേണ്ടി ഒരു ബലിപീഠം നിർമ്മിക്കണം. അബ്രഹാം അത് ചെയ്തു, അനുസരിച്ചു. ഇങ്ങനെ അവൻ ഓരോ പ്രവർത്തികൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കർത്താവ് പറയുന്നത് അനുസരിക്കുക, കർത്താവ് ചെയ്യാൻ പറയുന്നത് അനുസരിക്കുക, ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാതിരിക്കുക. ഇതാണ് അനുസരണം. ഈ രീതിയിലേക്ക് അബ്രഹാം കടന്നു വന്നു. അബ്രഹാം തൻ്റെ മകനായ ഇസ്മായേലിനെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സകലരെയും ദൈവത്തിൻ്റെ ആ വാക്ക് കേട്ട് പരിച്ഛേദനം ചെയ്തു. അതുവരെ നമ്മൾ 17-ാം അധ്യായത്തിൽ വായിക്കുക. 18-ാം അധ്യായത്തിലേക്ക്, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കർത്താവ് ആലോചിച്ചു, അബ്രഹാം മഹത്വവും ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്നും മറച്ചു വെക്കണം. അതായത് ദൈവപിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ട്രിനിറ്റി, ത്രിയേക ദൈവം ഒരു പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എടാ, നമ്മുടെ പ്രാണ സ്നേഹിതനായ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല സ്നേഹിതനായ അബ്രഹാം വന്നു കഴിഞ്ഞു. അബ്രഹാം അത്രത്തോളം വിശ്വസ്തനായി, വിശ്വാസമുള്ളവനായി, അനുസരണമുള്ളവനായി, ഒരു സ്നേഹിതന്റെ തരത്തിലേക്ക് അവൻ ഉയർന്നു കഴിഞ്ഞു. ഇനി ഞാൻ അവനെ എന്തെങ്കിലും മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? അവനോട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തുറന്ന് പറയാം. തുറന്ന് പറയുന്നത് നല്ലതല്ലേ? ഇതാരുടെ ആലോചനയാണ്? ദൈവപിതാവ് അല്ലെങ്കിൽ കർത്താവിൻ ആലോചിച്ചു. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ആലോചിച്ചു. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ ത്രിയേക ദൈവത്തിന്റെ സ്നേഹത്തിൽ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർ തമ്മിൽ ആലോചിക്കുകയാണ്, ഇനി എന്തിനാണ് നമുക്ക് ഇവരോട് പറയാതിരിക്കേണ്ട കാര്യം? എന്താ, നമുക്ക് പറഞ്ഞുകൂടെ? നമുക്ക് ഇങ്ങനെ വായിച്ചാൽ അത് മനസ്സിലാവില്ല. തൊട്ട് മുമ്പ് നമ്മൾ നേരത്തെ വായിച്ച യാക്കോബിന്റെ ലേഖനം 2:23 പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന തിരുവെഴുത്ത് നിറവേറി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. അതായത് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം, വരാൻ പോകുന്ന, ചെയ്യാൻ പോകുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു? അബ്രഹാത്തിന്, സ്നേഹിതന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. തൻ്റെ സ്നേഹിതനോട് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, സംസാരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും.
ഇത്രത്തോളം മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് എവിടെ കാണാൻ പറ്റും? അല്ലെങ്കിൽ ഏത് വിശ്വാസത്തിൽ, ഏത് പ്രബോധനത്തിൽ നമുക്ക് കാണാൻ പറ്റും? ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അത്രത്തോളം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. അബ്രഹാത്തിനെ സ്നേഹിതനാക്കി കഴിയുമ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ, സോതോമിനും ഗൊമോറയ്ക്കും ഉണ്ടാകുന്ന നാശത്തെക്കുറിച്ച്, ഞാനിതാ അതിനെ നശിപ്പിക്കാൻ പോകുന്നു. കാരണം അബ്രഹാമിൻ്റെ സഹോദരൻ ലോത്ത് അവിടെയാണ് താമസിക്കുന്നത്. അവനെ രക്ഷിക്കണം. അബ്രഹാമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഞാൻ എന്തിനാ ഇവനോട് മറച്ചു വയ്ക്കുന്നത്? അപ്പം നാളെ മഴ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്, അല്ലേ? ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. കാലാവസ്ഥ നിരീക്ഷണം ഇങ്ങനെ മറ്റേ സംഭവമൊക്കെ വെച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് 2 മേഘം വരുന്നുണ്ടാ, അവന്മാർ മിക്കവാറും അതിൻ്റെ ദിശ കണ്ടിട്ട് കേരളത്തിലോട്ടും അത് തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ വീഴാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടായിരിക്കാം. എനിക്കറിയില്ല കേട്ടോ, നമ്മൾ പഠിച്ചിട്ടില്ല. എന്തായാലും ഈ നിരീക്ഷണം വെച്ചിട്ട് എന്ത് നിരീക്ഷണമായാലും അവർ കൃത്യതയാർന്നല്ല പറയുക. എന്താ പറയുക? ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും. എന്നാൽ കർത്താവ് തൻ്റെ പ്രവാചകനോട് പറയുന്നത് കൃത്യതയാർന്ന പ്രവചനങ്ങളാണ്, അല്ലേ? ചിലപ്പോ സംഭവിക്കാം, അങ്ങനെയല്ല. ഞാൻ സോതോമിനെയും ഗൊമോറയെയും നശിപ്പിക്കും, തകർക്കും. അബ്രഹാമേ, നീ ഇത് അറിഞ്ഞുകൊള്ളുക. കാരണം ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തയാണ്. അവൻ്റെ ഹൃദയത്തിൻ്റെ ബോധ്യമാണ് ആരോട് പറഞ്ഞു കൊടുക്കുന്നത്? ദൈവം അബ്രഹാമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. 1 കൊറിന്തോസ് അതിൻ്റെ 2-ാം അധ്യായം, നിങ്ങൾ ബൈബിൾ എടുത്തത് പരിശോധിച്ചു പോയാൽ നിങ്ങൾക്ക് ഈ ആശയം മനസ്സിലാകും. അല്ലെങ്കിൽ കണ്ണു തുറപ്പിച്ച് എന്നെ നോക്കിയിരിക്കും, വേറെ ഒന്നും മനസ്സിലാവത്തില്ല. 1 കൊറിന്തോസ് അതിൻ്റെ 2-ാം അധ്യായം 9 മുതൽ വാക്യങ്ങൾ നമ്മളത് വായിച്ചാൽ അവിടെ നമ്മളിങ്ങനെ കാണുന്നത്, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അതായത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി, നമ്മൾ കുറേ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്, അപ്പോൾ ആ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവിയിട്ട് കേട്ടിട്ടില്ല, മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ അടുത്ത വാക്യം പറയുക, എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. നിഗൂഢ രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢമായ രഹസ്യങ്ങൾ ആരറിയുന്നു? ദൈവത്തിൻ്റെ ആത്മാവിനോട് ബന്ധമുള്ളവൻ, തൻ്റെ സ്നേഹിതനായി ദൈവം പരിഗണിക്കുന്നവൻ. ദൈവത്തിൻ്റെ സ്നേഹിതനായി ദൈവം ആരെ പരിഗണിക്കുന്നു? അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹിതനായി ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ഒരാളെ ഞാൻ നോക്കിയിട്ട് ഈ മുഖം കണ്ടിട്ടൊന്നും കാണുന്നില്ലല്ലോ, ഏത് മുഖത്തെ വെച്ചിട്ട് പറയണ്ടേ ദൈവത്തിൻ്റെ സ്നേഹിതനാണെന്ന്? ആരെ പറയണ്ടേ? എല്ലാവരും റേച്ചേട്ടൻ തല കുനിച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ റേച്ചേട്ടന് കൊടുക്കാം. റേച്ചേട്ടാ, ദൈവത്തിൻ്റെ സ്നേഹിതനാണോ? ആണെന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. ദൈവത്തിൻ്റെ സ്നേഹിതനാണെങ്കിൽ റേച്ചേട്ടൻ ഒരു കാര്യം വേണം. ആണ് ഡൺ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹിതനാണെങ്കിൽ എന്ത് വേണമെന്നറിയോ? വരാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും മനസ്സിലാക്കണം. നിഗൂഢ രഹസ്യങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതാ ദൈവവചനം പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ വായിച്ച് 1 കൊറിന്തോസ് അതിൻ്റെ 2-ന്റെ 9-10 വാക്യങ്ങൾ പറയുന്നത്, ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും, വരാനിരിക്കുന്ന ഇതാ ഓക്കിക്കാറ്റ് വരാൻ പോകുന്നു, ഇതാ കേരളം വലിയ പ്രളയത്തിലേക്ക് പോകുന്നു, ഇതാ ലോകം കൊറോണയിലേക്ക് പോകുന്നു, ഇതാ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ഇന്നത് സംഭവിക്കാൻ പോകുന്നു, ഇതാ അടുത്ത വർഷം ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് ന്യൂ ഇയറിന് പറയുന്നു. ഇങ്ങനെ ഓരോ പ്രാർത്ഥനയിലും ദൈവാത്മാവ് വരാനിരിക്കുന്ന, അത് ലോകത്തെക്കുറിച്ച് മാത്രമല്ല, നിന്റെ കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല, സ്വന്തം പ്രാർത്ഥന കൂട്ടായ്മയെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും എല്ലാം, ട്രംപ് അധികാരത്തിൽ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോയി പരിശോധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പുറത്തോട്ട് കൊടുക്കാൻ പറ്റണം. അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന തലത്തിലേക്ക് നമ്മൾ വാരുന്നത്. ആ തലത്തിലേക്ക് നമ്മുടെ ചിന്തകളും നമ്മുടെ ഹൃദയവും എല്ലാം വളർന്നു വരുന്ന ഒരു തരത്തിലേക്കാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. അതാ യാക്കോബിൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് യാക്കോബ് പറഞ്ഞത്, അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവത്തിൻ്റെ സ്നേഹിതനായി ദൈവം പരിഗണിച്ചു. അത്രത്തോളം അവരെ ദൈവം എന്ത് ചെയ്തു? പരിഗണിച്ചു. ആ തലത്തിലേക്ക് അവനെ ഉയർത്തി ദൈവം. അത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളിൽ, ഞാനിനി എന്തിനാ അബ്രഹാമിനോട് ഇതൊക്കെ മറച്ചു വയ്ക്കാൻ പോകുന്നത്? വരാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ അവനോട് പറഞ്ഞു. സകല അനുഗ്രഹങ്ങളെക്കുറിച്ച് അവനോട് പറഞ്ഞിരിക്കെ ഞാനിനി
എന്തിന്? ഇത് മറച്ചു വെക്കണം എന്ന ഒരു കാര്യം കൂടെ അതേ രീതി തന്നെ ഇവിടെ എന്ത് ചെയ്യാണ്? അതേ ചിന്ത തന്നെ ദൈവം പരസ്പരം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇതേ ചിന്ത തന്നെ പങ്കുവെക്കുക. ആമോസിന്റെ പുസ്തകത്തിൽ അതിന് 3:7 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഈ വാക്ക് വളരെ ശ്രദ്ധിക്കണേ. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക്, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പ്രവാചകന്മാരെ ദാസർ എന്ന് വിശേഷിപ്പിക്കുന്നു. തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഒരു വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും. മഗ്ദലേന മറിയത്തിന് മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെടുക. എന്നിട്ട് യേശു പറയുകയാണ്, ഞാൻ ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് എൻ്റെ സഹോദരങ്ങളോട് പറയുക, എൻ്റെ സഹോദരങ്ങളോട് പറയുക. അങ്ങനെയാണ് മഗ്ദലേന മറിയത്തിനെ പരമേൽപ്പിക്കുന്നത്, എൻ്റെ സഹോദരങ്ങളോട് പറയുക. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ കണ്ടു, അത് ആരാണ്? സുഹൃത്തായി. ആ സുഹൃത്തിനെ പോലെ, എൻ്റെ സ്നേഹിതനെ പോലെ ഞാൻ അബ്രഹത്തെ കണ്ടു എന്ന വചനം കൂടെ നമ്മളിവിടെ കാണുകയാണ്. പുതിയ നിയമത്തിൽ പല സ്ഥലത്തും ഈ സ്നേഹിതൻ എന്ന തലം ഉപയോഗിക്കുന്നുണ്ട്. പല സിറ്റുവേഷനിൽ സ്നേഹിതനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഈ സ്നേഹിതൻ എന്ന് നമ്മൾ ഇപ്പോൾ അബ്രഹാത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി. ഒരുവൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടണം. ഹൃദയത്തിൽ എന്താണോ ഉള്ളത് എന്ന് വെളിപ്പെട്ടേ പറ്റൂ. അബ്രഹാത്തിന് ദൈവം എന്താണ് വെളിപ്പെടുത്തിയത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അബ്രഹാത്തിന് ദൈവം കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. എന്താ വാഗ്ദാനം? നിന്നിലൂടെ സർവ്വ ജനതകളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 4-5 വാക്യങ്ങൾ. നിങ്ങൾക്ക് വളരെ പരിചിതമായ വാക്യങ്ങളായതുകൊണ്ട് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ വായിക്കാതെ പോകുന്നത്. എന്നാൽ ഇതൊന്ന് വായിച്ചു പോവാം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും, ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും, നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു വെക്കുക. ഉൽപ്പത്തി പുസ്തകം 26:4 എന്താ പറഞ്ഞിരിക്കുന്നത്? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും, നിന്റെ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും, നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതെല്ലാം പറഞ്ഞു വെക്കുമ്പോൾ ഈ കഴിഞ്ഞ നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അബ്രഹാമിലൂടെയാണ് ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടത്. കാരണം ഇന്ന് ലോകത്തെ എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പുറകിൽ ഒരു യഹൂദന്റെ തലയുണ്ട്. ഇന്നത്തെ ഒരു മോഡേൺ വേൾഡിന്റെ പുറകിൽ ഒരു ഇന്നത്തെ ഈ ലോകം, ഈ മോഡേൺ വേൾഡ് അതിനെ ഇത്രത്തോളം വികസിപ്പിച്ചെടുത്തതിന്റെ പുറകിൽ ഒരു യഹൂദന്റെ തലയുണ്ടാകാം. ഒരു അബ്രഹാമിന്റെ സന്താനത്തിന്റെ കഠിനമായ പ്രയത്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഭൂമിയിലെ സർവ്വജനതകളും അനുഗ്രഹിക്കപ്പെടുമെന്നും പറഞ്ഞ വാക്ക് അപ്രകാരം അബ്രഹാമിലൂടെ സംഭവിച്ചു. ഫിസിക്കലി, ഭൗതികമായി, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായി ഭൗതികമായി ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കൂടുന്ന പല കൂട്ടായ്മകളും സൂമിലൂടെ ആകട്ടെ, ഈ ടെക്നിക്കൽ സംവിധാനങ്ങളിലേക്കൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനപരമായ പല കണ്ടുപിടുത്തങ്ങളുടെയും ഉപജ്ഞാതാവ് ഏതോ ഒരു യഹൂദനാണ്. ഒരു മിക്ക ടെക്നിക്കൽ കണ്ടുപിടുത്തങ്ങളുടെയും പുറകിൽ ഇവരുടെയൊക്കെ അധ്വാനമുണ്ട്, അബ്രഹാമിക സന്തതികളുടെ അധ്വാനമുണ്ട് ഫിസിക്കലി. അപ്പോൾ ദൈവം അബ്രഹാമിലൂടെ സകല ജനതയും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞത് ഈ ഫിസിക്കൽ അനുഗ്രഹം മാത്രമാണോ? ഇത് മാത്രമാണോ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്? ഇത് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഗലാത്യ ലേഖനം വായിക്കണം. ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടും. അത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 7-ാം വാക്യം മുതൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് വായിക്കാം. അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രഹാത്തിന്റെ മക്കളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതമാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രഹാമിനെ അറിയിച്ചു. ഈ വചനം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് അറിയില്ല. എന്തായാലും ഞാനൊരു ചോദ്യം ചോദിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിക്കോ, എല്ലാവരും ഇവിടെ നോക്കിക്കോ. അതായത് ആദ്യം സുവിശേഷം പറഞ്ഞത് ആരാ? അല്ലെങ്കിൽ ആദ്യത്തെ സുവിശേഷം എവിടെയാണ് സംഭവിച്ചത്? ഫസ്റ്റ് സുവിശേഷം നമുക്കറിയാം. ആദ്യ സുവിശേഷം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരുന്നത് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്ന സുവിശേഷം അതായിരിക്കാം. ഭൂമിയിൽ സന്മനസ്സുള്ള ഒരു സമാധാനം എന്ന് പറയുന്ന സുവിശേഷമായിരിക്കുമോ? അതെയോ സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞ സുവിശേഷമായിരിക്കുമോ? അത് യേശു പറഞ്ഞ സുവിശേഷമാണോ?
അതേ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പറഞ്ഞ സുവിശേഷമാണോ? അതേ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷമാണോ? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു സദ്വാർത്തയാണ്. യഥാർത്ഥത്തിൽ ആദ്യത്തെ സുവിശേഷം എന്ന് പറയുന്നത് ഉൽപ്പത്തി 3:15. അതായത് സ്ത്രീയുടെ സന്തതി സാത്താന്റെ തലയെ തകർക്കുമെന്ന സദ്വാർത്തയാണ് ആദ്യത്തെ സുവിശേഷം. ലോകത്തോട് പ്രവചിക്കപ്പെട്ട ആദ്യത്തെ സുവിശേഷം നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന അനേക പ്രവചനങ്ങളുണ്ട്. പക്ഷേ വളരെ ക്ലാരിറ്റീഡ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറയുകയാണ്. ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തിയത് അതൊരു രഹസ്യമായിരുന്നു. അത് ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി. എന്താണ് വെളിപ്പെടുത്തിയത്? അതാ ഗലാത്യ ലേഖനം 3:8 പറഞ്ഞിരിക്കുന്നത്, വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത, എന്ന സന്തോഷ വാർത്ത, എന്ന ഗോസ്പൽ, എന്ന സുവിശേഷം. എന്താണ് സദ്വാർത്ത, ഗോസ്പൽ, സുവിശേഷം? ഈ സുവിശേഷം ആരെ അറിയിച്ചു? ദൈവം തൻ്റെ സ്നേഹിതനായി പരിഗണിച്ച അബ്രഹാമിനെ അറിയിച്ചു. അതായത് ന്യൂ ടെസ്റ്റ്മെന്റിൽ അപ്പസ്തോലന്മാർക്ക് വെളിപ്പെട്ട രഹസ്യം, അപ്പസ്തോലന്മാർക്ക് വെളിപ്പെട്ട നിഗൂഢമായി കാലങ്ങളോളം മറച്ചു വെക്കപ്പെട്ട രഹസ്യം, ലോകത്തിന് പുതിയ നിയമത്തിലൂടെ ക്രിസ്തു പ്രഘോഷിച്ച രഹസ്യത്തിന്റെ ഒരു ചെറിയ വെളിപ്പാട് ആർക്ക് കൊടുത്തു? ദൈവം അബ്രഹാമിന് കൊടുത്തു. അതാ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, അത് എപ്പോഴെന്നും അത് എങ്ങനെയെന്നും അവർ ആരാഞ്ഞുകൊണ്ടിരുന്നു. യേശു യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അബ്രഹാമിന് മുൻപേ ഞാനുണ്ട്, അവൻ എന്നെ കണ്ടു, എൻ്റെ ദിവസം കാണാമെന്ന് അവൻ ആഗ്രഹിച്ചു. കാരണം യേശുവിലൂടെ നടക്കാൻ പോകുന്ന ആ സുവിശേഷ രഹസ്യം, നിഗൂഢമായി മറച്ചു വെക്കപ്പെട്ട രഹസ്യം സ്നേഹിതനായ അബ്രഹാമിന് ദൈവം വെളിപ്പെടുത്തി. ഇത് പറയുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. അതായത് പലപ്പോഴും ഈ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത് അപ്പസ്തോലന് മാത്രം വെളിപ്പെട്ട രഹസ്യം, വേറെ ആർക്കും ഇത് രഹസ്യം വെളിപ്പെട്ടിട്ടേ ഇല്ല. അതായത് 12 അപ്പസ്തോലന്മാർക്കും വെളിപ്പെടാത്ത ഒരു രഹസ്യമാണ് പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ടത്. വിജാതീയർക്ക് രക്ഷ എന്ന രഹസ്യം പൗലോസ് അപ്പോസ്തലന് മാത്രമേ വെളിപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തെ കുറെ ഗേറ്റ് മിനിസ്ട്രിക്കാരുണ്ട്. വേറെ ആർക്കും ഇത് വെളിപ്പെട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ അതേ പൗലോസ് അപ്പോസ്തലൻ തന്നെ ഗലാത്യ ലേഖനം 3:8 പറയുകയാണ്, വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രഹാമിനെ അറിയിച്ചിട്ടുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? സകല ജനതയും, വിജാതീയരും സകലരും നിന്നിലൂടെ രക്ഷ പ്രാപിക്കും എന്ന രഹസ്യം. എങ്ങനെ? വിശ്വാസത്തിലൂടെ ഈ കാര്യം സംഭവിക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ആ അടയാളം മുഴുവൻ യഥാർത്ഥത്തിൽ നമുക്കുള്ള ഒരു മുൻ ആസ്വാദനം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിഴലാണ്. അബ്രഹാം ആദ്യം ദൈവം പറഞ്ഞത് കേട്ടനുസരിച്ചു, അവൻ ഇറങ്ങി തിരിച്ചു. അബ്രഹാം ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനെ സ്നേഹിതനായി പരിഗണിച്ചു. അങ്ങനെ സ്നേഹിതനായി പരിഗണിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലെ നിഗൂഢ രഹസ്യങ്ങൾ അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന് എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ പോയിട്ട് ഒന്ന് സ്വപ്നം കാണാൻ പോലും കഴിയാത്തതിൻ്റെ കാരണം. നമ്മൾ പലപ്പോഴും സ്വപ്നമൊക്കെ കാണും, അല്ലേ? പല സ്വപ്നമൊക്കെ കാണും. ഈ സ്വപ്നം കാണുക മാത്രമാണ്, നമുക്ക് കാര്യം മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, അതനുസരിച്ച് നമുക്ക് ഒരു പ്രവൃത്തി തലത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹിതനായി ദൈവം പരിഗണിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഇപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ ദാസനാണോ ദൈവത്തിൻ്റെ സ്നേഹിതനാണോ? ഈ ഒരൊറ്റ വചനം കൂടി വായിച്ച് നമ്മളിത് അവസാനിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യം. ഇതിൻ്റെ കീ വേർഡാണ്. അതായത് ഇത്രയും നേരം അബ്രഹാം മുതൽ നമ്മൾ ഈ പറഞ്ഞ രഹസ്യങ്ങളുടെ ഒരു കീ വേർഡാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 15-ാം വാക്യം. യേശു തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്ന കൃത്യമായ ഒരു കാര്യമുണ്ട്. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല, എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ
എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. ഇതൊരു 1000 പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു 10 പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതെന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ച ഈ വചനത്തിൻ്റെ രഹസ്യം ഇതാണ്: ഇനി ഞാൻ നിന്നെ ദാസനെന്ന് വിളിക്കത്തില്ല. അതായത് ഇനി നീ അടിമയല്ല, ഇനി നീ ദാസനല്ല, നീ വേലക്കാരൻ മാത്രമല്ല. നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അടിയൻ എന്ന് പറയുന്ന വെറും ദാസനല്ല, വെറും വേലക്കാരൻ്റെ പദവിയല്ല നിനക്കുള്ളത്. പകരം നിന്നെ ഞാൻ യജമാനന്റെ സ്നേഹിതനാക്കി മാറ്റും, ദൈവത്തിൻ്റെ സ്നേഹിതനാക്കി മാറ്റും. അപ്പൊ ദൈവത്തിന്റെ സ്നേഹിതനായാലുള്ള പ്രത്യേകത എന്താണ്? പിതാവിൽ നിന്ന് കേട്ടത് ഞാൻ നിങ്ങളെ അറിയിച്ചു. എല്ലാ രഹസ്യവും എൻ്റെ ക്രിസ്തുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവപിതാവിനെ കുറിച്ച്, പുത്രനായ യേശുവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ അറിയും. ഇത് കേൾക്കുമ്പോൾ ഞാനൊരു ഒറ്റ ഉദാഹരണം കൂടി പറയാം. സമയം കുറച്ച് പോയി, എന്നാലും സോറി, എന്നോട് ക്ഷമിക്കുക. ഒരല്പം കൂടി പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ പലപ്പോഴും ഞാൻ കത്തോലിക്കനായതുകൊണ്ട് ഞാൻ ആ ടൈപ്പ് സാധനങ്ങൾ പറയാം. പെട്ടെന്ന് എൻ്റെ അനുഭവിച്ച കാര്യമില്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ പല ആളുകൾ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ വിഗ്രഹത്തിനെ എതിർക്കുമ്പോൾ, വിഗ്രഹ ആരാധനയുടെ രീതികളെ എതിർക്കുമ്പം പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അത് സിമ്പിൾ ഫെയ്ത്താണ്. അതായത് വിശ്വാസി അവൻ്റെ അറിവ് കുറഞ്ഞ തലത്തിൽ അവന് ദൈവത്തെ കാണാൻ ഒരു അവസരം ഒരുക്കി കൊടുത്തിരിക്കുന്നു. ഒരു താടിക്കാരനെ കാണുമ്പോൾ അവന് എൻ്റെ കർത്താവ് എന്നൊക്കെ കാണുന്ന ഒരു സിമ്പിൾ ഫെയ്ത്ത്. അല്ലെങ്കിൽ നമ്മുടെ കൊരട്ടിമുത്തിക്ക് ഒരു പൂവങ്കോല കൊണ്ടു കൊടുക്കുമ്പോൾ കൊരട്ടിമുത്തി അനുഗ്രഹിക്കുന്നു. ഇതൊക്കെ ഒരു സിമ്പിൾ ഫെയ്ത്തായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. എങ്ങനെ? അതായത് നമുക്കൊരു ദൈവത്തെക്കുറിച്ച് അത്രയേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ലിമിറ്റഡ് റെവലേഷനിൽ നിന്നുകൊണ്ട് അവൻ ചെയ്യുന്ന ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായിട്ട് ഇതിനെ പരിഗണിക്കണം. ഇതാണ് സഭ എപ്പോഴും ന്യായീകരിക്കുന്ന വിഷയം. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറഞ്ഞ് നമ്മളിതിനെ ന്യായീകരിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് യാതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവൻ ആരായി മാറുന്നു? വെറും അടിമയേക്കാൾ താഴെ. അടിമ എന്താണോ അതിനേക്കാൾ താഴെ. ധൂർത്തപുത്രന്റെ ഉപമ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അങ്ങയുടെ ദാസനായി പരിഗണിക്കണമേ. അപ്പൊ ദാസനായിട്ട് മാത്രമേ കണക്കൂട്ടാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ കത്തോലിക്കർ ആരാണ്? ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസികളാണെന്ന് ഞങ്ങൾ പറയും. പക്ഷെ ഈ സിമ്പിൾ ഫെയ്ത്ത് ആണ് നീ കൊണ്ടു നടക്കുന്നതെങ്കിൽ, ക്രിസ്തുവിന് ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന രീതിയിൽ ഈ കച്ചവട തന്ത്രങ്ങളുടെ അടിമയായിട്ടാണ് നീ കഴിയുന്നതെങ്കിൽ നീ വെറും അടിമയാ. ക്രിസ്തുവിന്റെ കച്ചവട അടിമ മാത്രമാണ്. ദാസന്റെ പോലും അടിസ്ഥാനത്തിലേക്ക് നീ വരുന്നില്ല. കാരണം യേശുവിനെ കുറിച്ച് നിനക്ക് യാതൊന്നും ഒരു ചുക്കും അറിയില്ല. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിനക്ക് ഒന്നും അറിയില്ലെന്ന്. നിന്റെ അപ്പനെ കുറിച്ച് ചോദിച്ചാൽ നിനക്ക് ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ നീ അവൻ്റെ ആരായിട്ടാണ് നിന്നെ പരിഗണിക്കേണ്ട ദൈവം? യേശുവിനെ കുറിച്ച് നീ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ തലത്തിലേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവചിക്കാൻ തുടങ്ങും. നീ വരാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ആ നിഗൂഢ രഹസ്യങ്ങൾ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങും. സഭയ്ക്ക്, സമൂഹത്തിന്, ലോകത്തിന് രക്ഷയ്ക്ക് വേണ്ടി, സഭയുടെ അനുഗ്രഹത്തിനും ഉന്നമനത്തിനും വേണ്ടി ദൈവം നിന്നിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ലോകത്തോട് ദൈവവചനത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങും. ദൈവത്തിന്റെ നിഗൂഢമായ രഹസ്യങ്ങൾ, ആദം മുതൽ മലാക്കി പ്രവചനം വരെ കിടക്കുന്ന രഹസ്യങ്ങളുടെ വെളിപ്പാടുകളെ കുറിച്ച് ലോകത്തിന് വെളിപ്പെടുത്താൻ നിനക്ക് കഴിയും. ദൈവിക വചനങ്ങളുടെ രഹസ്യങ്ങൾ ലോകത്തോട് നീ സുവിശേഷ പ്രഘോഷണത്തിനോട് വിളിച്ചു പറയും. വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച്, പ്രവചനങ്ങളെക്കുറിച്ച് ദൈവം നിന്നോട് പറയാതെ മറ്റാരോടും പറയത്തില്ല. ദൈവം നിന്നിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തും. അതാണ് ദൈവം തൻ്റെ സ്നേഹിതനായി പരിഗണിച്ചാലുള്ള ഗുണം. എത്ര പേരുണ്ട് ദൈവത്തിൻ്റെ സ്നേഹിതൻ? നമ്മളത് പരിശോധിച്ചാൽ മതി. നമ്മളായിരിക്കുന്ന കൂട്ടായ്മകളിൽ, നമ്മളായിരിക്കുന്ന സഭകളിൽ, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ എത്ര പേരുണ്ട് ദൈവത്തിൻ്റെ സ്നേഹിതൻ? നീ ദൈവത്തിൻ്റെ സ്നേഹിതനാണെങ്കിൽ എന്താണ്? അബ്രഹാമിനെ പോലെ സ്നേഹിതനാണെങ്കിൽ ആ സ്നേഹിതന്റെ പരിവേഷമാണ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്നതെങ്കിൽ നിഗൂഢ രഹസ്യങ്ങൾ. കൊറോണയെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിൽ 2020 വരുന്ന കൊറോണയെക്കുറിച്ച് 2018 പ്രവചനം കിടക്കുക. ഒരു 5 മിനിറ്റുള്ള വീഡിയോ. 2018 ഇതാ കൊറോണ വരും, അത് പനിയായിരിക്കും, അതിന് വരാനിരിക്കുന്നത് ചുമ, തലവേദന, പനി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും. ഇത് പകരും. ഒരുവനിൽ നിന്നും ഒരുവനിലേക്ക് ഒരു വൈറസാണ് വരാൻ പോകുന്നത്. ഇതിങ്ങനെ
പടർന്നു പിടിക്കും. ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് ദൈവത്തിൻ്റെ സ്നേഹിതനായ പ്രിയപ്പെട്ട ഷിബു ബ്രദർ 2018. നമ്മൾ അറിയുന്നത് 2020. നമുക്ക് നേരിട്ട് വരുന്നത് അങ്ങനെയാണ്. ഓരോ വർഷവും ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാസനിലൂടെ ദൈവം തൻ്റെ പ്രവചനങ്ങൾ വെളിപ്പെടുത്തുന്നു. കാരണം എന്താ? ദൈവം തൻ്റെ ദാസനെ സ്നേഹിതനായി പരിഗണിക്കുന്നു. അബ്രഹാമിനെ സ്നേഹിതനായി പരിഗണിച്ചതുപോലെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. പലപ്പോഴും നമ്മുടെ മുമ്പിലും ദൈവം വെളിപ്പെട്ടിട്ടുണ്ടെന്നേ, പല കാര്യങ്ങളിലൂടെ പല മുന്നറിയിപ്പുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. വെളിപ്പെടാത്ത ഒരാൾ ഈ കൂട്ടായ്മയിൽ ഇല്ല. എനിക്ക് അഭിമാനത്തോടെ പറയാം, ഇന്ന് ജീസസ് വിഷന്റെ ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു ദർശനമെങ്കിലും കിട്ടാത്ത ആളുകളില്ല. വലുതൊന്നുമല്ല, ചെറുതെങ്കിലുമായ ഒരു ദർശനമെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ സ്നേഹിതനായി പരിഗണിക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യമാണ്. ആ പരിഗണന എങ്ങനെ വലുതാകുന്നു? നീ ക്രിസ്തുവിനെ കുറിച്ച് അറിയുമ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് നീ പൂർണ്ണമായി അറിഞ്ഞ് വരുമ്പോൾ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15:15 നമ്മളോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, പിതാവിൽ നിന്ന് കേട്ടത് ഞാൻ നിങ്ങളെ അറിയിച്ചു. പിതാവിൽ നിന്ന് കേട്ട ആ കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞുവോ, എത്രത്തോളം നിങ്ങൾ പിതാവിനെ കുറിച്ച് അറിഞ്ഞുവോ, എത്രത്തോളം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിഞ്ഞുവോ. ദൈവവചനത്തെക്കുറിച്ച് സിമ്പിൾ ഫെയ്ത്ത് അല്ല, നിന്റെ വികലമായ വിശ്വാസമല്ല, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയിൽ നീ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു വരുമ്പോൾ ദൈവം നിന്നെ സ്നേഹിതനായി പരിഗണിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി സുവിശേഷത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നെ സ്നേഹിതനായി പരിഗണിക്കും. അപ്പോൾ നീ വചനം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചുരുളുകൾ അഴിച്ചു കൊടുക്കും. രഹസ്യങ്ങൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പാട് ദൈവം നമുക്ക് നൽകും. ഒറ്റ കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ യൂദാസാണോ അതെയോ അബ്രഹാമെ പോലെ ക്രിസ്തുവിന്റെ സ്നേഹിതനാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. ദൈവം നിന്നെ പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നത് നിന്റെ പ്രാണസ്നേഹിതൻ എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ ചേർത്ത് നിർത്താനാണ്. പ്രാണസ്നേഹിതൻ എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ ചേർത്ത് നിർത്തുമ്പോൾ നീ വിഗ്രഹത്തിന്റെ പിന്നാലെ പോകുമ്പോൾ, അന്യാരാധനയുടെ പിന്നാലെ പോകുമ്പോൾ, നീ മാവേലിയുടെ പിന്നാലെ പോകുമ്പോൾ, നീ കണ്ടതിൻ്റെയൊക്കെ പിന്നാലെ പോയി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നേർച്ച കാഴ്ചകളുടെ, ഉടമ്പടിയുടെ, ഇങ്ങനെ വേണ്ടാത്തതിൻ്റെയും വേണ്ടതിൻ്റെയും സിമ്പിൾ ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെയൊക്കെ പിന്നാലെ നീ പോയി കഴിഞ്ഞാൽ ദൈവം അവിടെ പറയുന്നത് നീ പണത്തിന് വേണ്ടി ക്രിസ്തുവിനെ വിറ്റു. അവിടെയാണ് അപ്പസ്തോല പ്രവൃത്തി പറയുന്നത്, അവന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരുന്ന ദൈവികമായ സ്ഥാനം, അപ്പസ്തോലിക പദവി അവൻ വലിച്ചെറിഞ്ഞു. അവൻ ഉദരം പിളർന്നു വീണു. അവൻ വയർ പൊട്ടി മരിച്ചു. അവൻ നാശമാണ് അതിൻ്റെ അവസാനം. പണമാണ് അവൻ്റെ ലക്ഷ്യം, ഉദരമാണ് അവൻ്റെ വിശ്വാസം, അവൻ്റെ ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യമില്ല. ആ ഉദരത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി നീ ക്രിസ്തുവിനെ വിൽക്കുന്നുവെങ്കിൽ യൂദാസിനെ പോലെ നീ ആരാണ്? നീ ക്രിസ്തുവിന്റെ സ്നേഹിതനായ ഒരു കാലത്ത് പരിഗണിച്ചാലും ഇന്ന് അവൻ യൂദാസിനെ പോലെ നിന്നെ മാറ്റി നിർത്തും. എന്നാൽ പണത്തേക്കാൾ അധികമായി നീ ക്രിസ്തുവിനെ, അബ്രഹത്തെ പോലെ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന സ്വത്തുക്കിനേക്കാൾ, അതിൻ്റെ പ്രൗഢിയേക്കാൾ, അവിടെ കിട്ടുന്ന മഹിമയേക്കാൾ അതെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനെ പോലെ നീ വിശ്വാസം നിന്റെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നീ അനുസരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ദൈവം നിന്നെ സ്നേഹിതനായി പരിഗണിക്കും. ദൈവിക രഹസ്യങ്ങൾ നിന്നിലൂടെ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്താൻ തുടങ്ങും. ഞാൻ ഇന്ന് ആരാണ്? ക്രിസ്തുവിൻ്റെ സ്നേഹിതനാണോ അതെയോ യൂദാസിനെ പോലെ ക്രിസ്തുവിനെ പരസ്യമായി അവഹേളിക്കുന്ന, വിൽക്കുന്ന, ഒറ്റുകൊടുക്കുന്ന ഒരു തിന്മയുടെ, ഒരു വഞ്ചകന്റെ തലത്തിലാണോ ഞാനെന്ന് സ്വയം നമുക്ക് പരിശോധിക്കാം. നമ്മുടെ കണ്ണുകളെ കടക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് തന്നെ ചോദിക്കാം, കർത്താവേ, ഞാനിന്ന് ആരാണ്? ഞാനിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹിതനാണോ? യേശുവിൻ്റെ സ്നേഹിതനെന്ന് പരിഗണിക്കാൻ ഏതെങ്കിലും വകുപ്പിൽ കർത്താവെ, ഏതെങ്കിലും തലത്തിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ കർത്താവെ നിന്നെ സ്നേഹിതനായി അവിടെ നിന്നെ പരിഗണിക്കുന്നുണ്ടോ? അതേ ഇന്നും ദാസന്റെ പദവിയാണോ? ഈ ദാസന്റെ പദവിയിൽ നിന്നും എന്നെ സ്നേഹിതന്റെ പദവിയായി അവിടുന്ന് ഉയർത്തുമെങ്കിൽ കർത്താവെ അത് നിന്റെ അനുഗ്രഹമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവമേ, എന്നെ ദാസനിൽ നിന്നും മാറ്റി നിന്റെ സ്നേഹിതനായി മാറ്റണമേ.
ദാസന്റെ പദവിയിൽ നിന്നും എന്നെ മാറ്റി ക്രിസ്തുവിന്റെ സ്നേഹിതനായി എന്നെ ഉയർത്തണമേ, എന്നെ മാറ്റണമേ. ഇന്ന് ഈ കൂട്ടായ്മയിൽ, ഈ ലൈവിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ക്രിസ്തുവിന്റെ സ്നേഹിതനായി അവിടുന്ന് പരിഗണിക്കണമേ. നിങ്ങളിനി ദാസരല്ല, നിങ്ങളിനി സ്നേഹിതനാണെന്ന് പറയുന്ന തരത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പൂർണ്ണമായി അറിയുവാൻ തക്കവണ്ണം ഒരു ദാഹത്തോടെ, ദൈവവചനത്തിന് വേണ്ടിയുള്ള ദാഹത്തോടെ, ദൈവമേ ഇവരെ ഉയർത്തണമേ, ഇവരെ അനുഗ്രഹിക്കണമേ, ഇവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ കൃപ ഇവരുടെ മേൽ വർഷിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ തെരുവിൽ വിൽക്കുന്ന വികലമായ വിശ്വാസിയുടെ അടിമയായി നമ്മൾ മാറാതെ ക്രിസ്തുവിന് വേണ്ടി അവൻ്റെ സ്നേഹിതനായി പരിഗണിക്കുന്ന തരത്തിലേക്ക് ദൈവം നമ്മെ മാറ്റട്ടെ. അതിനുവേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.